പരിശുദ്ധമായ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആനുമായുള്ള പ്രത്യേകമായ ബന്ധം, അതുപോലെ ഖുർആൻ അനുസരിച്ച് ജീവിക്കൽ, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കൽ, ഇതൊക്കെയും ഈ റമദാനിൽ പരിശുദ്ധമായ ഖുർആനിനോട് നാം ചെയ്യുന്ന വലിയ ഒരു ബാധ്യതയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അതിനോടുള്ള ഒരു ബന്ധം പറഞ്ഞതുകൊണ്ട് ഖുർആൻ നമുക്ക് വലിയ വിഷയമല്ല നമ്മുടെ ജീവിതം. ഇന്നും ഈ 24ാം നൂറ്റാണ്ടിൽ പോലും നമ്മുടെ എത്രയോ അമേരിക്ക, ലണ്ടൻ അതുപോലെയുള്ള നാടുകളിലൊക്കെ യുകെയിലൊക്കെയും ഓരോ ദിവസങ്ങളിൽ ആയിരക്കണക്കിനുള്ള ആളുകൾ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എത്രയോ ആളുകൾ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ മുസ്ലിമീങ്ങളുടെ എണ്ണങ്ങൾ വർദ്ധിക്കുകയാണ്. കാരണം എന്താ? ആ ഖുർആനുമായുള്ള ഒരു പഠനം അവർ നടത്തുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണ്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത് ആരിലേക്കായിരുന്നു? ലഹരിയും സെക്സും അതുപോലെ അടിയും പിടിയും കൊള്ളയടിക്കലും കക്കലും അതുപോലെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന ഖുർആനിന്റെ തുടക്കം ഇറക്കുന്നത് തന്നെ അവരിലേക്കാണ്. ചെറിയൊരു മാറ്റം ഉണ്ടായ ആളുകളിലേക്കല്ല, ദുഷിച്ചുപോയ ഒരു സമുദായത്തിലേക്കാണ്. എന്നിട്ടെന്തായി? ആ ഖുർആൻ ഇറങ്ങിയപ്പോ അവരിലേക്ക് ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള ആളുകളുടെ പേര് കേൾക്കുമ്പോഴാണ് ഇന്ന് ഞങ്ങൾ റളിയല്ലാഹുവെന്ന് പറയുന്നത്. അത്രയും വലിയ മാറ്റം ഉണ്ടാക്കിയാണ്. ചെറിയ മാറ്റം നല്ല വലിയ മാറ്റം ഉണ്ടാക്കിയാണ്. ഇറക്കേണ്ടവരിലേക്ക് അല്ലാഹു തആല ഇറക്കി. ഇന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെല്ലാം എന്തെങ്കിലും ഒരു കമ്പിയോ സ്റ്റീലോ അതിനെന്തെങ്കിലും ഒരു തുറുമ്പ് പിടിച്ചാൽ അത് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗഡറിന്റെ പല കമ്പനികളെ ഇറക്കുന്നു. അപ്പൊ അവർ നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്കോ വന്നാൽ നമ്മോട് അവർ ചോദിക്കുന്നത് എന്താ അറിയും? നമ്മോട് അവർ നിന്റെ ഷോപ്പിലോ വീട്ടിലോ ആകെ തുറുമ്പ് പിടിച്ചിട്ട് ഇനി ഒരിക്കലും നന്നാവൂല എന്ന് നീ വിചാരിച്ച വല്ല കമ്പിയോ വല്ല സ്റ്റീലോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഈ പൗഡർ ഇട്ടിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരാന്നുള്ളൂ. കാരണം അത്ര അവർക്ക് ഓവർ കോൺഫിഡൻസ് ആണ്. ഇതുകൊണ്ട് നിന്റെ എന്ത് തുറുമ്പും പോകുന്ന. അതുപോലെയാണ് നമ്മുടെ സഞ്ചിയോ വസ്ത്രത്തിലോ എല്ലാം കല പിടിച്ചാൽ അത് കല നീക്കുന്നവരുണ്ട് ക്ലോറക്സ്. അപ്പൊ ആ കമ്പനിക്കാരുടെ വലിയ ധൈര്യത്തോടെ, ചെറിയ കാലത്തല്ല, ചെറിയ കാലം ഉണ്ടായാലും പറയാം അത് സർഫിട്ടാൽ പോകും, സോപ്പിട്ടാൽ പോകും, ഇതൊന്നും അതല്ല, പോകാത്ത ഒരിക്കലും പോകൂല എന്ന് നീ ഉറപ്പിക്കുന്ന കലയുണ്ടോ അത് കാണിക്കുന്നവർ. കാരണം ആ ക്ലോറക്സ് ഇട്ടിട്ട് അതിനെ അവർ നീക്കും. അതുപോലെയാണ് ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത്. ഒരിക്കലും നന്നാവൂല എന്ന ആളുകൾ ശപഥം ചെയ്ത ഒരു സമുദായത്തിൽ ആരായിരുന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നമ്മൾ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ലല്ല, നിങ്ങളെ പറഞ്ഞത്. ഈ ഉമർ തങ്ങളുടെ തുടക്കം എന്തായിരുന്നു? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉമർ തങ്ങളുടെ ഏറ്റവും വലിയ ഹോബി എന്തായിരുന്നു? മക്കയുടെ വലിയ വലിയ മലകൾ, ആ മലകൾക്കിടയിലുള്ള സുരംഗങ്ങളിൽ, ഗുഹകളിൽ മഹാനായ ഉമർ തങ്ങൾ ഒളിച്ചിരിക്കും. 1000 വാളൊക്കെ പിടിച്ച് ഒളിച്ചിരിക്കും. അപ്പൊ ആ വഴിയിലൂടെ, ആ മലപ്രദേശങ്ങളിലൂടെ ഏതെങ്കിലും ഒരു യാത്രാ സംഘം, കച്ചവട സംഘം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത് ഒറ്റ ശബ്ദമാക്കിയിട്ട് ആ ഗുഹയുടെ പുറത്ത് ചാടുന്ന. പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ എത്ര വലിയ ധൈര്യവാനാണെങ്കിലും പേടിച്ചു പോകും. അവരെ പേടിപ്പിക്കാനായിരുന്നു ഉമർ തങ്ങളുടെ ലക്ഷ്യം. ഒരു പേടിച്ചെന്ന് പറഞ്ഞാൽ കയ്യിലുള്ള വാളുകൊണ്ട് ചിലപ്പോൾ അവരെ വെട്ടുകയോ കൊത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള സമ്പത്തുകൾ മുഴുവൻ കവർന്നെടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ തങ്ങൾക്ക് മാറ്റേണ്ടത് എന്തുകൊണ്ട്? ഖുർആൻ കൊണ്ടല്ലേ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെ വാളും പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യന്റെ ഉമർ തങ്ങൾ അബൂജാലിന്റെ 100 ഒട്ടകം എനിക്ക് കിട്ടണമെന്ന പ്രതിജ്ഞ എടുത്ത് വാളും പിടിച്ചിട്ട് ഇറങ്ങിയ മനുഷ്യനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്തായി? സ്വന്തം വീട്ടിലുള്ള പെങ്ങൾ ഖുർആൻ ഓതുന്ന ആ ഖുർആനിന്റെ ശബ്ദം കേട്ടിട്ട് ഉമർ തങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടായതാണ്. നമ്മൾ എത്ര ഖുർആൻ കേൾക്കുന്നുണ്ട്? നമുക്ക് എന്ത് മാറ്റം? നമുക്ക് മാറ്റമുണ്ടോ? മാറ്റമൊന്നുമില്ല. ഖുർആനിന്റെ ഉള്ളു കേട്ടിട്ടുള്ള മാറ്റമൊന്നുമില്ല. പിന്നെ ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ശൈലി കേട്ടിട്ട് ഒരു മാറ്റം. പാട്ട് കേൾക്കുമ്പോൾ ഒരാൾ പാട്ടിൽ ഇങ്ങനെ ലയിക്കും പോലെ ഖുർആനിന്റെ ശൈലിയുടെ ഭയങ്കര ഓത്ത് പോലെ എന്ത് ഓട്ടയോ കേട്ടാൽ ഭയങ്കര ഓത്ത്. ഖുർആൻ അതല്ല വേണ്ടത്. ഖുർആനിന്റെ ശൈലി റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, സഹീഹ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖിയാമത്ത് നാളാകുമ്പോൾ കുറെ കാര്യങ്ങൾ ഇവിടെ വരും. ഖുർആൻ ഓത്തുകാരും അവരുടെ ഖുർആനിന്റെ ഓത്തിന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾ ലയിച്ചു പോകും. റസൂലുള്ളാഹി ഞങ്ങൾ താക്കീത് ചെയ്ത് പറഞ്ഞു, ഓ ജനങ്ങളെ, ആ ഖുർആൻ അവരുടെ തൊണ്ടയിലല്ലാതെ തൊണ്ടയുടെ അടിഭാഗത്തിലേക്ക് ഇറങ്ങാത്ത ഖുർആനാണ്. തൊണ്ട വരെ ഉണ്ടാവും, ശബ്ദം വരെ, ആ തൊണ്ടയുടെ താഴേക്ക് ആ ഖുർആൻ ഇറങ്ങൂല. അതാണ് ഇന്ന് നമ്മുടെ പ്രകൃതി. ഖുർആനിന്റെ ശൈലി കേട്ടിട്ട് നമ്മൾ വാങ്ങി പോകും. നല്ല പോത്ത്, ആട് പോകാൻ, ഇവിടെ പോകാൻ, ഓരോ ഒത്ത് കേൾക്കാം വേണ്ടല്ല. ഖുർആന്റെ ഒത്ത് കേൾക്കുന്നത് തന്നെ കേൾക്കൽ ഒരുപാട്. പക്ഷേ ഖുർആൻ നമ്മുടെ ഉള്ളിലേക്ക് കടത്തണം. ഞാൻ പറഞ്ഞില്ലേ, ഖുർആൻ കൊണ്ട് വേണ്ടെന്താ? നമ്മുടെ കൽബിന്റെ വെളിച്ചം കിട്ടണം, നമ്മുടെ കൽബിന്റെ ഒരു മാറ്റം ഉണ്ടാവണം.
അതുണ്ടായി ആർക്ക്? ആ പരുക്കൻ സ്വഭാവക്കാരായ മഹാന്മാരായ സ്വഹാബത്തിന്. ഒരുത്തൻ ഭയങ്കര ഉഷാറാണ്. എന്തിന്? തെറ്റിയുന്നത്, വ്യഭിചാരം, ലഹരി, ഇല്ലാത്ത ഒരു തിന്മയില്ല. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സമുദായം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറ്റണ്ടായി. എന്തുകൊണ്ട്? ഖുർആനോട്. ആ ഉമർ തങ്ങൾ എന്തായാലും അവസാന ഉമർ തങ്ങൾ, മഹാനായ ഉമർ തങ്ങൾ ഇവിടുത്തെ ഖലീഫയാണ്. അൽ ഇമാമുൽ ആദിൽ അബ്റാം അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഏത് പള്ളിയിലാണ് ഉമർ തങ്ങളുടെ പേര് പറയേണ്ട? എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മുസ്ലിമീങ്ങളും ആ മഹാന്മാരുടെ പേര് പറയുന്നു. ഞങ്ങൾ തൗബിയത്ത് ചെല്ലുകയാണ്. റളിയല്ലാഹു അൻഹു വറദു അൻ. അല്ലാഹു പറഞ്ഞതാ, അവർ എന്നെ പൊരുത്തപ്പെട്ടു, ഞാൻ അവരെയും പൊരുത്തപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ പറയാം റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരെ പൊരുത്തപ്പെടട്ടെ, അവരെല്ലാം ഇഷ്ടപ്പെടട്ടെ എന്നൊരു ദുആ. ഉമർ തങ്ങൾ ഖലീഫയായപ്പോ പരിശുദ്ധമായ മദീനയുടെ തെരുവിലൂടെ ഒരു കാഫില, ഒരു കച്ചവട സംഘം പോവാൻ രാത്രിയായപ്പോ അവർക്കായി ഇനിയിപ്പോ ഏതായാലും മദീന വിട്ടുപോയാൽ നമ്മുടെ ഉദ്ദേശ സ്ഥലത്തിലേക്ക് എത്താൻ കഴിയൂല, നമുക്ക് മദീനയിൽ കണ്ടടിക്കാം. അന്ന് ഉമർ തങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഖുർആനിന്റെ സ്വഭാവം. രാത്രി ഉറങ്ങൂല, വസ്ത്രങ്ങളൊക്കെ മാറി മുഷിച്ച ചുരിഞ്ഞ വസ്ത്രങ്ങളിട്ട് മദീനയുടെ പരിസരങ്ങളിലുള്ള ആളുകളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ഞാനിവിടെ ഖലീഫയാകുമ്പോ മദീനയിൽ പട്ടിണി കിടക്കുന്നവരുണ്ടോ? മദീനയിൽ കഷ്ടപ്പെടുന്നവരുണ്ടോ? പ്രയാസപ്പെടുന്നവരുണ്ടോ? നോക്കി നടക്കും. ആര്? സയ്യിദുനാ. അങ്ങനെ പാതിരാത്രി സമയത്ത് ഇങ്ങനെ നോക്കി നടക്കുമ്പോ വലിയ ഒരു കാഫില സംഘം ടെന്റടിച്ചിട്ട് മദീനയുടെ ഒരു ഭാഗത്തിരുണ്ട്. മഹാനായ ഉമർ തങ്ങൾ ആ ടെന്റിന്റെ ഭാഗത്തിലൂടെ പോയി. കാരണം പുറനാട്ടുകാരന്റെ അവരെ കുറിച്ചൊന്ന് അറിയണ്ട്. അങ്ങനെ പോയി നോക്കുമ്പോ ആ ടെന്റിന്റെ ഉള്ളിൽ അവരിങ്ങനെ സംസാരിക്കുക. മഹാനായ ഉമർ തങ്ങൾ സലാം ചൊല്ലിയിട്ട് ഉള്ളിൽ അവർക്കറിയില്ല ഇത് ഉമർ തങ്ങളാണ്, ഇത് ഉമറാണെന്ന് അറിയില്ല. കാരണം പണ്ടത്തെ കാലത്തന്നെ വാട്സപ്പില്ല, ഫേസ്ബുക്ക് ഇല്ല, ട്വിറ്റർ ഇല്ല, ടിക്ടോക്ക് ഇല്ല, ഒന്നും ഇല്ലാത്ത കാലം. ഇന്ന് എന്ത് ചെയ്താലും അള്ളാന്റെ കൂലി കിട്ടും. ഇതെന്തില്ല അല്ലെ? എന്ത് കൂലി അള്ളാന്റെ ഭാഗത്ത് കിട്ടും. എന്ത് ചെയ്താലും കിട്ടുന്നത് വലിയ പത്രം. കൊടുത്തതും വെച്ചതും കെട്ടതും എല്ലാം ആരും അറിയാതെ ചെയ്തത് പോലും ലോകത്തിലുള്ള നാട്ടുകാർ മാത്രമല്ല ഏത് മുക്കുമൂലയിലുള്ള ആളുകൾ പോലും അവർ അറിയുന്ന കാലം. നാം ചെയ്ത അവരുടെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുത്തുന്ന കാലം. സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് അങ്ങനെ ചെയ്താലേ കൊടുക്കാൻ താല്പര്യമുള്ളൂ, എടുക്കാൻ താല്പര്യമുള്ളൂ. അങ്ങനത്തെ ഒരു കാലം. ഇതിന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനത്തെ ഒരു കാലം. എല്ലാം അങ്ങനെ അല്ലാഹു തആല നമ്മുടെ അമലുകൾ ഈ രൂപത്തിൽ നഷ്ടപ്പെടുത്തുന്ന സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചു. പക്ഷെ അന്നത്തെ അക്കാലമായതുകൊണ്ട് ഉമർ തങ്ങളെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ടിട്ടില്ല. ഉമർ തങ്ങൾ പോയി സലാം പറഞ്ഞു. നിങ്ങൾ ഏത് നാട്ടുകാരാണ്? പറഞ്ഞു. എന്നിട്ട് ഉമർ തങ്ങളോട് അവർ ചോദിച്ചു, എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുള്ള ചോദിച്ചു. അവർ പറഞ്ഞു, നിസ്കരിച്ചിട്ടില്ല, കുടിക്കാൻ വെള്ളമില്ല. അവർ പുതിയ നാട്ടിലേക്ക് ആദ്യമായി വന്നതാണ്. പക്ഷെ വെള്ളയില്ലാതെ വലിയ വേദമാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ തങ്ങൾ കീഴെന്തറിയോ അവർ പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള പാത്രങ്ങൾ അതൊക്കെ എന്റെ കയ്യിൽ ഞാൻ വെള്ളം കൊണ്ടുവരാം. അവർ പറഞ്ഞു, വേണ്ട, നമുക്ക് കാണിച്ചാൽ മതി, നമുക്ക് വെള്ളം കൊണ്ടുവരാം. ഉമർ തങ്ങൾ പറഞ്ഞു, കാണിച്ചാൽ നിങ്ങൾക്ക് ഈ വലിയ നാടുണ്ട്, ഈ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എവിടെയാ വെള്ളം ഉള്ളത്? എവിടെ കിട്ടുമെന്ന് അറിയുന്നത്? പാത്രം എന്നാ മതി. 5-6 പാത്രങ്ങൾ മഹാനായ അന്നത്തെ തോല് മാത്രമായിരുന്നു. ആ പാത്രവുമായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രി സമയത്ത്, ഇന്നത്തെ മക്ക എന്ന് പറഞ്ഞാൽ ഇന്ന് പോയ ആളുകൾക്ക് അറിയാം ഇന്നത്തെ മക്കയും മദീനയും. ഇന്ന് തന്നെ വലിയ വലിയ കല്ലുകൾ, പാലകൾ, സുബ്ഹാനല്ലാഹ്, കരിങ്കല്ലുകൾ എന്ന് പറഞ്ഞ ഒരു നാടാണ് മദീന. ഇക്കാലത്ത് പോലും ചെറിയ നാടിന്റെ സിറ്റിയുടെ ഭാഗത്തൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയെന്നല്ലാതെ സുബ്ഹാനല്ലാഹ് പോയാൽ മസ്ജിദ് ഖുബാ അതുപോലെ സ്ഥലങ്ങളിൽ പോകുമ്പോ സുബ്ഹാനല്ലാഹ് വലിയ കല്ലുകളാണ്. ആ കല്ലുകളിലൂടെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രി സമയത്ത് ഏതോ ഒരു നാട്ടിൽ വന്ന ആളുകൾക്കുള്ള ബന്ധം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ കുറെ നടന്നു. ആ പാത്രങ്ങളിൽ മുഴുവനും തലയും രണ്ട് ചുമരിയും രണ്ട് കയ്യിലുമായി എല്ലാ പാത്രങ്ങളിൽ വെള്ളവുമായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തി. വലിയ സന്തോഷമായവർക്ക് അവർ വെള്ളം കുടിച്ചു, വുളൂ ചെയ്തു, നിസ്കരിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ പിറ്റേന്ന് രാവിലെ സുബഹിന്റെ വാക്ക് കൊടുത്തു. അവർക്കെയും മദീനയുടെ പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അവരുടെ കൂട്ടത്തിലുള്ള താരവൻ പറഞ്ഞു, ഈ മദീനയിൽ ഒരു ഖലീഫയില്ലേ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. നാട്ടുകാർ മുഴുവനും അയാളെ കുറിച്ച് വലിയ അഭിപ്രായമല്ലേ പറയുന്നത്. ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്ന ഞങ്ങള് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ നമ്മുടെ പ്രശ്നങ്ങൾ അറിയേണ്ടത് ആ ഖലീഫയുടെ ബാധ്യതയുണ്ട്. എന്തുകൊണ്ട് അയാൾ അറിഞ്ഞില്ല? നമ്മുടെ ബുദ്ധിമുട്ട് എന്തുകൊണ്ട് അയാൾ അറിഞ്ഞില്ല? അതുകൊണ്ട് മദീനയിൽ പോയാൽ, പള്ളിയിൽ പോയാൽ, നിസ്കരിച്ചാൽ ഖലീഫയോട് നമുക്ക് ചോദിക്കണം. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന്റെ ഇമാം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. പക്ഷേ രാത്രി കണ്ട കാഴ്ച ഈ യാത്രക്കാർക്ക് മനസ്സിലായില്ല. ഇന്നലെ വന്നത് ഉമറാണ്, ഇന്നലെ വന്നത് ചോദിച്ചത് ഉമറാണ്, വെള്ളം കൊണ്ടുവന്നത് ഉമറാണ്. അവർക്ക്
അവർക്ക് അറിഞ്ഞില്ല. നിസ്കാരം കഴിഞ്ഞു, അവർക്ക് യാത്രക്കാർ വന്നു, ഉമർ തങ്ങളോട് സംസാരിച്ചു. എന്നിട്ട് ഉമർ തങ്ങളോട് അവർ പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ഖലീഫയല്ലേ, നിങ്ങൾ ഇവിടുത്തെ അമീറല്ലേ, അമീറുൽ മുഅ്മിനീനല്ലേ? ഏതെങ്കിലും നാട്ടുകാർ യാത്രയുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ നാട്ടിൽ വന്നാൽ അവരെ കുറിച്ച് അറിയേണ്ടത് നിങ്ങളുടെ ബാധ്യതയല്ലേ? അവർക്ക് എന്ത് സൗകര്യം വേണം ചെയ്തു കൊടുക്കേണ്ടത് നിങ്ങളല്ലേ? ഇന്നലെ രാത്രി ഞങ്ങൾ വെള്ളമില്ലാതെ ഇവിടെ കഷ്ടപ്പെട്ടപ്പോ ഏതോ ഒരു മനുഷ്യൻ, പരിചയമില്ലാത്ത മനുഷ്യൻ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നു. പാതിരാത്രി സമയത്താണ് വെള്ളം കൊണ്ടുവന്നു, സഹായിച്ചു, സഹകരിച്ചു. ആ പണിയെടുക്കേണ്ട ആള് നിങ്ങളല്ലേ? ഇനി മുതൽ യാത്രക്കാര് വന്നാൽ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് സ്വന്തമായി പറഞ്ഞപ്പോ, കൊണ്ടുവന്നു കൊടുത്ത ആളോട് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ കാമ കൊണ്ടില്ല, ഒന്നും പറഞ്ഞില്ല. ഏത് ഉമറാണ്, ഏത് ഉമറാണ്? കണ്ടാലും പിടിച്ചാലും പരിചയമില്ലാത്തവരെ കണ്ടാലും അവരെ വെട്ടാനും കൊല്ലാനും തയ്യാറായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടില്ല. എല്ലാം പറഞ്ഞതിന് തലാട്ടി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ ഇനി പരിഗണിച്ചോളാം എന്ന് പറഞ്ഞ് ആ യാത്രക്കാര് സന്തോഷത്തോടെ തിരിച്ചയച്ചു. എന്താ ഇങ്ങനെ ഇവിടെ മാറ്റം വന്നത്? പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആന് കൊണ്ട് മാറ്റമുണ്ടായി. അതാണ് പറഞ്ഞത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ഖുർആൻ റമദാനിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കും. ഖുർആൻ ഓതാം. ധാരാളം ഇങ്ങനെ ഓതുമ്പോ മനസ്സിനൊരു കുളിർമ ഉണ്ടാവും. പല രൂപത്തിൽ ഹറാമായ കാര്യങ്ങളിൽ കൈപാസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഖുർആൻ ഓതിച്ച് കൈപാസ് ചെയ്യലാണ്. ആഖിറത്തിൽ നമുക്കത് വലിയ ശഫാഅത്തുകാരനായി നമ്മുടെ മുന്നിൽ കടന്നു വരും. പടച്ചറബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിനെ സ്നേഹിക്കാനും ഖുർആൻ ഓതാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും പടച്ചവനെ നമുക്ക് ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ഇന്നലെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിൽ ഖുർആൻ ഒരു ഹദീസ് വിളിച്ചോ, നിങ്ങളുടെ ക്ലാസ് കൊണ്ട് ഖുർആനിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സലാത്തിന്റെ ദിവസമാകുമ്പോൾ വ്യാഴാഴ്ച ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു തരും. അല്ലാഹു തആല അതുപോലെ നമ്മുടെ ആയുസ്സും അവന്റെ പൊരുത്തത്തിനായി പടച്ചവൻ നീക്കി തരുമാറാകട്ടെ. നല്ലത് പറയാനും മനസ്സിലാക്കാൻ അല്ലാഹു നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. വലിയൊരു സംഖ്യ നോമ്പുകാർക്ക് വേണ്ടി ഒരാൾ ഇവിടെ എത്തിച്ച് മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പടച്ചവനെ റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ആ സദഖയുടെ നോമ്പ് തുറക്കാൻ വേണ്ടി എത്തിച്ച ആ വലിയ ഹദിയയുടെ ബറക്കത്തോടെ അല്ലാഹ് മരിച്ചുപോയ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പിതാവിനെ നീ മഗ്ഫിറത്ത് നൽകണം, മർഹമത്ത് നൽകണേ അല്ലാഹുവേ. ഖബറിൽ വെച്ച വല്ല അദാബുകൾ, വല്ല പ്രയാസങ്ങൾ, ഫിത്നകൾ ആ പിതാവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നോമ്പുകാരെ സന്തോഷിപ്പിച്ചതിന്റെ ബറക്കത്തുകൊണ്ട് ഖബറിൽ വെച്ച ആർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്. റമദാനിന്റെ 1 മുതൽ പടച്ചവനെ 6 നോമ്പ് ഞങ്ങൾ ഇവിടെ തുറന്നു. 6 ദിവസവും പല ആളുകൾ പല രൂപത്തിലുള്ള നിയ്യത്തുകളുമായി നോമ്പ് തുറക്ക് വേണ്ടി സഹായിച്ചവരായിരുന്നു. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മുഴുവൻ നീ നീക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ യാ അല്ലാഹ് പരിശുദ്ധമായ റമദാനിന്റെ പുണ്യമായ ദിവസങ്ങൾ നിന്റെ പള്ളിയുടെ പല പദ്ധതികളുമായി ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാരും പുറപ്പെട്ടതാണ്. പടച്ചവനെ വിജയിപ്പിക്കേണ്ടത് നീയാണല്ലോ, ഏറ്റെടുക്കേണ്ടത് നീയാണല്ലോ. പടച്ചവനെ അതിന്റെ വേണ്ട എല്ലാ സാമ്പത്തികമായ സഹായങ്ങൾ പടച്ചവനെ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാ ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. അതെല്ലാം നീ വിജയത്തിലാക്കണേ അള്ളാഹ്. അവിടെ നിന്റെ പേരിൽ തവക്കുലിലേക്ക് ഇറങ്ങിയതാ. ഇന്ന് വരെ ഇക്കൊല്ലം വരെ നമ്മുടെ പള്ളിയുടെ കാര്യങ്ങൾ മുഴുവൻ നീ വിജയിപ്പിച്ചവനാണ്. ഇനിയും നീ ആഹത്തിലാക്കണേ അള്ളാഹ്, സന്തോഷത്തിലാക്കണേ അള്ളാഹ്. ഇന്ന് വരെ നമ്മുടെ പള്ളി ആരൊക്കെ സഹായിച്ചോ, എന്തുകൊണ്ടൊക്കെ സഹായിച്ചോ, ഏതൊക്കെ രൂപത്തിൽ ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ടോ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കൊടുതിയും ഹദിയയും എല്ലാം നീ കബൂലാക്കിയിട്ട് അർഹമായി സ്വർഗത്തിൽ വലിയ ദറജ നൽകണേ അള്ളാഹ്. സ്വർഗത്തിൽ വലിയ ദറജ നൽകണേ അള്ളാഹ്. മരണം വരെ നിന്റെ ദീനിനെ സ്നേഹിക്കാൻ, ഖുർആനുമായി ഖുർആനെ പിൻപറ്റി ജീവിക്കാൻ, നിന്റെ പള്ളിയെ സ്നേഹിക്കാൻ, ജമാഅത്തിനെ സ്നേഹിക്കാൻ, നിസ്കാരങ്ങളെ സ്നേഹിക്കാൻ, ആദരിക്കേണ്ടവരെ ആദരിക്കാൻ അള്ളാഹ് ഞങ്ങൾക്ക് നീ ഈമാൻ താ അള്ളാഹ്, തൗഫീഖ് താ അള്ളാഹ്, ആഫിയത്ത് താ അള്ളാഹ്. ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള ഖുർആനുകൾ പറഞ്ഞിട്ടുള്ള വസിയത്ത് ചെയ്തവരാണ്. ഇവരുടെ എല്ലാ ഖുർആനുകൾ ഹാസിലാക്കണേ അള്ളാഹ്. പ്രത്യേകിച്ച് പ്രവാസികളായി അധ്വാനിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ അള്ളാഹ് നമ്മുടെ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ, മദ്രസയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോ, പാവങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ, വിശാലമായ നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് സംഘടനകൾ, ഒരുപാട് ക്ലബ്ബുകൾ റമദാനിന്റെ ഓരോ ദിവസങ്ങളിൽ പല രൂപത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുമായി പ്രവാസികൾ ഇങ്ങനെ നടക്കുമ്പോ ആ പ്രവാസികൾക്ക് വലിയ ബറക്കത്ത് നൽകുമ്പോ, ആഫിയത്ത് നൽകുമ്പോൾ ചെയ്യുന്ന ജോലി, അവരുടെ എല്ലാ കാര്യങ്ങളിലും വലിയ ബറക്കത്ത് നൽകണേ അള്ളാഹ്. നാട്ടുകാരായ ഞങ്ങൾ ചെയ്യുന്ന ജോലി, നമ്മുടെ മനുഷ്യത്തിന്റെ വഴികൾ, നമ്മുടെ കച്ചവടങ്ങൾ പടച്ചവനെ അതിർക്കുകയും ഹൈറ് നൽകണേ അള്ളാഹ്. പരിശുദ്ധമായ ഉമ്മക്ക് വേണ്ടി പോയ ആളുകൾ അള്ളാഹ് ആഫിയത്ത് നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ അബൂരിയത്തുള്ള ഇബാദത്തുകൾ ആക്കണേ അള്ളാഹ്. നമുക്കും അവിടെ എത്താൻ ഈ ഭാഗ്യം തരണേ റഹ്മാൻ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ
عليه وسلم. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم